ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കർണാടകയിലെ കുന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയിട്ട് അമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലൊക്കെ കർണാടകയിലൊക്കെ വരാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് കർണാടകയിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു കിടിലൻ 15 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കർണാടകയിലോ കേരളത്തിലോ എവിടെയൊക്കെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നമ്മൾ അവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ്. നമ്മൾ കുറച്ച് 4 ആളെ അറിയിക്കുന്നതാണ് അല്ലെ. സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ 4 ആളെ അറിയിക്കുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കല്ലടാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാട്ടോ. അപ്പൊ നമുക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് തുടക്കം ആയിക്കോട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കേ. അപ്പൊ ഇതാക്കണേ സ്ഥലത്തിന്റെ അതിര് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പൊ ഈ റോഡ് വരുന്ന അമ്പാർന്ന് വരുന്ന റോഡാണ്. അമ്പാർന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം മറ്റേ കോൺക്രീറ്റ് റോഡാണ്. പിന്നെ അവിടുന്ന് ഇതാ സാധാ മണ്ണ് റോഡാണ് വരുന്നത്. സൈഡിലോട്ട് വണ്ടിയൊക്കെ ഏത് വേണേലും കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള സൗകര്യം ഉണ്ട്. പറമ്പിന്റെ സെന്ററിൽ കൂടിയാണ് റോഡ് പോണത്. പിന്നെ അത് അങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് റബ്ബർ ഈ റോഡിന്റെ ഇരു സൈഡിൽ 2 ഭാഗത്തായിട്ട് റബ്ബർ ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ. നിരന്ന സ്ഥലമാണ്. നമുക്ക് രാവിലെ ഇങ്ങോട്ട് വെളുപ്പിന് ഒരു 2 മണി 3 മണി ആകുമ്പോൾ വെട്ടാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നേരത്തെ പണിയെല്ലാം തീർത്ത് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് കയറാട്ടോ. അപ്പൊ അടിപൊളി സൈറ്റ് സ്ഥലമാണ്. അപ്പൊ നമുക്ക് റോഡിന്റെ അപ്പുറവും ഇപ്പുറമാണ് സ്ഥലം വരുന്നത്. മൊത്തം നമ്മളെ വീടിന്റെ എൻഡ് വരെ വഴി പോകുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാല് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിന്റെ ചുറ്റുഭാഗവും അതിര് തിരിച്ചിട്ടാണ്. ഫുള്ള് കമ്പിവേലിയൊക്കെ ഇട്ട് അതിരൊക്കെ തിരിച്ചിട്ട് ബൗണ്ടറി ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വഴി മൊത്തം നമ്മളെ പറമ്പിന്റെ അങ്ങനെ തല വരെ വരുന്നുണ്ട്. നമ്മളെ സ്ഥലം പോകുന്നത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നെ നമുക്ക് റോഡിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ച് റബ്ബർ മരങ്ങളുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ ഈ ഒരു പ്ലോട്ടിലുള്ള റബ്ബർ മരങ്ങളാണ്. പിന്നെ ഇങ്ങോട്ടുള്ളതും പിന്നെ ഇവിടുന്നാണ് നമ്മളെ സ്ഥലം കൂടുതലായിട്ട് കിടക്കുന്നത്. ഇങ്ങോട്ട് ഈ ഒരു ഭാഗം ഈ ഒരു പോർഷൻ മാത്രമേ നമ്മളെ പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ. പിന്നെ ഇത് ഈ റോഡ് പ്രൈവറ്റ് ആയിട്ടുള്ള ഇതുള്ള റോഡാണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള റോഡുകളാണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. പിന്നെ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിനോട് ചാരി അപ്പുറത്ത് വേറെ റബ്ബർ ഈ പ്ലാസ്റ്റിക് ഇട്ട മരങ്ങൾ കണ്ടില്ലേ, അതൊക്കെ അവരുടെ റബ്ബർ തോട്ടങ്ങളാണ്. ഇതൊക്കെയാണ് ഈ ഇങ്ങോട്ടുള്ളതാണ് നമ്മളെ ഇതുവരെയുള്ളതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് കിടക്കുന്നത് മൊത്തമായിട്ട് താഴോട്ട്. അത് കാണിച്ചു തരാൻ. അപ്പോൾ വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഈ നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുള്ള് നമ്മൾ പറമ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് റബ്ബർ തോട്ടാണ്. ഫസ്റ്റ് വരുമ്പോൾ റബ്ബറാണുള്ളത്. മൊത്തം അപ്പുറം ഫുള്ള് റബ്ബറുകളാണ്. പിന്നെ ഇനി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വീടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കവുങ്ങ് തോട്ടമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുളമുണ്ട്, ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റബ്ബർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ റബ്ബറുകളാണ് ഇതിനകത്തുള്ളത്. മൊത്തം ഒരു 1000-1200ഓളം റബ്ബറാണുള്ളത്. കണ്ടത് അതേപോലത്തെ 105, 414 അതിനകത്തിൽപ്പെട്ട ഒരു 1000-1100 മരം അതിൻ്റെ ഇടയ്ക്കുള്ള മരങ്ങളാണുള്ളത്. അധികം ടാപ്പിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള ഒരു 4-5 വർഷം ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല മരങ്ങളാണ് എല്ലാം ഉള്ളത്. കണ്ടില്ലേ, ഇതാണ് മൊത്തത്തിലുള്ള റബ്ബർ ഉള്ളത്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് റൂം ഉണ്ട് കേട്ടോ. 2 റൂമായിട്ടുള്ളൊരു ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ അതിനകത്ത് ഇവർ ഇപ്പോൾ പുകയിട്ടുകൊണ്ടിരിക്കുക, ഷീറ്റ് പുകയിടാണ്ട്. അപ്പോൾ അത് പുകയിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇത് റൂമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒട്ടുപാൽ ഉണക്കാനുള്ള സൗകര്യത്തിനോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് എടുക്കണ നിങ്ങളെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഇതാണ് വീടുള്ളത്. വീട് കുറച്ച് പഴയ വീടാണ്, പഴയ കാലത്തുള്ള ഒരു ഇല്ലാണ്. അങ്ങനെ ഇപ്പൊ നമ്മള് തോട്ടൊക്കെ റബ്ബറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് വീട്ടിലേക്കാണ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിലിപ്പോ ഒരു വീടുണ്ട്. കുറച്ച് പഴയ വീടാണ്. പണ്ടത്തെ 10-7 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ തറവാട് വീടാണിത്. അത്യാവശ്യം താമസിക്കാൻ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് പഴയ വീടാണ് കേട്ടോ. പിന്നെ നമുക്ക് പശുക്കളൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പശുക്കൂടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാണ് ഈ ഒരു പ്ലോട്ടിൽ പശുത്തൊഴുത്തായിട്ടുണ്ട്. പണ്ട് ഒരു പശുവിനെ വളർത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അതാണ് ഷീറ്റ് അടിക്കാൻ
സൗകര്യത്തിന് മിഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പോപ്പരപ്പം നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ, കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. പശുക്കൂടൊക്കെ വലിയ പശുക്കൂട ഒന്നുകൂടി അഴിച്ച് നന്നായി കഴിഞ്ഞാൽ നല്ല ഒരു 8-10 പൈക്കളൊക്കെ കെട്ടാനൊക്കെ സൗകര്യത്തിനുള്ളതാണ്. ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ തൊട്ട് താഴെ തന്നെ കവുങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം 10-2000 കവുങ്ങുണ്ട്. പിന്നെ അതിന്റെ അതിർവഴിയൊക്കെ ഫുള്ള് തെങ്ങുണ്ട്. പിന്നെ ഇവിടെ തന്നെ മുറ്റത്ത് തന്നെ കിണറുണ്ട്. അപ്പൊ അതൊന്ന് നോക്കല്ലേ, കാണിച്ചു കൊടുക്കാം നമുക്ക്. പറ്റാത്ത വെള്ളമുള്ള കിണറുള്ള നല്ല അടിപൊളി കിണറാണ്. കിണർ പറഞ്ഞാൽ നല്ല രസമുള്ള കിണറാണ്, നല്ല വറ്റാത്ത വെള്ളമുള്ളതാണ്. പിന്നെ അതിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. കരിങ്കല്ലുകൊണ്ടാണ് ഇതിന്റെ ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ളത്. താഴ്ന്നേ കെട്ടിക്കൊണ്ടുവന്നാണ്. ഇത് നോക്കി നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇഷ്ടം പോലെ 365 ദിവസവും വെള്ളം കിട്ടും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇത്രയും കാലമായിട്ട് വെള്ളത്തിന് ഈ ഒരു ഏരിയയിൽ വെള്ളത്തിന്റെ ലഭ്യത കൂടുതലാണ്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. പിന്നെ ഈ കാണുന്നത് ഒരു സ്റ്റോർ റൂമാണ്. പിന്നെ പോപ്പരുണ്ട്, ഷീറ്റിൽ ഉണക്കാനുള്ള പോപ്പരുണ്ട്. അപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ഒന്ന് കണ്ടില്ല അപ്പൊ നിങ്ങള്. അപ്പൊ ഇന്നിപ്പോ പോലും ഉണ്ട്, നമ്മളൊപ്പം പോന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ശനി ഞായറൊക്കെ ആയതുകൊണ്ട് അവർക്ക് അവധിയല്ലേ. അപ്പൊ നമുക്ക് കവുങ്ങൊക്കെ ഒന്ന് നോക്കുക. ചെറിയ മഴക്കാലത്ത് ചെറിയൊരു തോടുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ കവുങ്ങ് ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങൊക്കെയാണ്. ഇപ്പൊ അതിന്റെ സീസൺ കഴിഞ്ഞ് തുടങ്ങിയാ തോന്നുന്നുണ്ട്. നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ ഏട്ടായെ കവുങ്ങിനെ പറ്റി. നമ്മളെ ഫീൽഡ് റബ്ബറല്ലേ. കവുങ്ങിന്റെ സീസൺ കഴിഞ്ഞതാട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്തതായി വരണം. ഇതാണ് നമ്മളെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഈ ഒരു സ്ഥലങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ മറ്റേ ഇനിയിപ്പോ അടുത്ത കവുങ്ങോ അല്ലെങ്കിൽ ഇപ്പൊ റബ്ബർ വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ വെക്കഴിഞ്ഞാൽ മറ്റ് പച്ചക്കറി കൃഷികൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കൃഷികൾ ചെയ്യാം. പിന്നെ ഈ ഒരു 15 ഏക്കറിന് ചുറ്റും അപ്പുറത്തേക്ക് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു ഫാം നടത്തണം എന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ റംബൂട്ടാൻ ഇങ്ങനെ ഈ കുറച്ച് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കേണ്ട റംബൂട്ടാൻ കൃഷിയോ അങ്ങനെ എന്ത് കൃഷി വേണമെന്നുണ്ടെങ്കിലും പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നടുകയും ചെയ്യാലോ അല്ലെ. അതെ, ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ നടാനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ്. അതിന്റെ ഇടയ്ക്ക് വല്ല കല്ലോ പാറയോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നുമില്ല. വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വന്ന് ഉറപ്പാക്കി നോക്കിയാണ് നിങ്ങളിത്. ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. തെങ്ങ് ഏകദേശം ഒരു 10-100ഓളം തെങ്ങല്ലേ പറഞ്ഞത്? 100-100 ചില്ലാനോളം തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങ് തന്നെയാണ്. അതിലൊക്കെ നല്ല കായ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പറിച്ചാണ് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഒരു കുളമൊക്കെ ഉണ്ട്. കുളമൊക്കെ കാണിച്ചു കൊടുക്കണം. കുളത്തിലൊക്കെ നല്ല വെള്ളമുള്ള കുളമാണ്. പിന്നെ അടുത്തടുത്ത് തിങ്ങി വീടുകളൊന്നുമില്ല. നമുക്ക് ഫാമൊക്കെ നടത്താൻ പറ്റും. കോഴി ഫാമോ പന്നി ഫാം പശു ഫാം അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്നതാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അപ്പുറത്തേക്കാണെങ്കിലൊക്കെ കവുങ്ങും തോട്ടമൊക്കെ തന്നെയാണുള്ളത്. മൊത്തം 15 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് 9.5 ഏക്കറിനാണ് പട്ടയുള്ളത്, ബാക്കി കുമിക്കിയാണ്. അതേപോലത്തെ കുറെ പ്ലാവുണ്ട്, മാവുണ്ട്, ചക്കൊക്കെ ആയി വരുന്നേ ഉള്ളു തോന്നുന്നല്ലേ. ഒക്കെ നല്ലോണം കായ്ക്കണാണ് മാവും പ്ലാവും ഒക്കെ. മാങ്ങയൊക്കെ അതാ കായെല്ലാം പിടിക്കുന്ന ടൈമിലൊക്കെ. കിളികളുടെ ഒച്ചയൊക്കെ കേട്ടില്ലേ? കിളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ടല്ലോ അതിലൊക്കെ. പിന്നെ നമ്മളൊരു സ്ഥലമൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കുക വെള്ളത്തിൻ്റെ സൗകര്യമാണ്. വെള്ളത്തിൻ്റെ സൗകര്യം, കറണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതും വഴി ഉണ്ടോ എന്നുള്ളതും. അപ്പോൾ നമ്മൾ വഴി കണ്ടു. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാണ് നമ്മൾ ഈ പറമ്പിൽ കൂടെ ഫുള്ള് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഇപ്പോൾ നമ്മളൊരു കിണർ കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന നല്ല അടിപൊളി കിണറുകളൊന്ന് കണ്ടു. പിന്നെ അടുത്തൊരു കുളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അതാണ് ഈ കാണാൻ പോണെങ്കിൽ. അപ്പം എന്താ പറയുക, സ്ഥലങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കഴിയുന്നത് അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ഉള്ള ആൾക്കാരെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളേ. നോട്ടെ കുഴിഞ്ഞാട് ഇതിനകത്തോട്ട് കണ്ടില്ല നിങ്ങൾ കുളം. വെള്ളത്തിന് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇഷ്ടം പോലെ വെള്ളമുള്ള അത്യാവശ്യം നല്ല ആഴം കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു കുളമാണ്. ഫുള്ള് കരിങ്കല്ലൊക്കെ കെട്ടി വെച്ച നല്ല കുളം. 3 HP
മോട്ടറാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തോട്ട്. അപ്പോൾ നിങ്ങൾ വന്ന് എന്താ പറയുക, വെള്ളത്തിൻ്റെ സൗകര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇത്രയും വെള്ളമൊക്കെ ഈ ഒരു ഇതിപ്പോൾ മാർച്ച് മാസമല്ലേ, മാർച്ച് മാസത്തിൽ ഇത്രയും വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും വലിയ ഭാഗ്യമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമല്ലേ. അതന്നെ ഭയങ്കര ലക്കാണ്, ഭയങ്കര ഭാഗ്യമാണ്. നല്ല വെള്ളം, അതിന്റെ കോളന്നെ നിങ്ങൾ കണ്ടില്ല. ആ സൈഡിൽ നിന്നൊക്കെ അതിന്റെ ആ സൈഡ് വഴി അടിയിന്നേ കെട്ടി പൊന്തിച്ചാണ് വന്നത്. നല്ല വൃത്തിക്ക് കിടക്കുക, ഇടിഞ്ഞു വീടും കൂടി ഇല്ല. പിന്നെ അതങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കറണ്ട് നമുക്ക് നമ്മളെ എവിടെ നിന്ന് വേണമെങ്കിലും കറണ്ട് എടുക്കുകയും ചെയ്യാം. ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ പൈസ ചിലവാക്കിയിട്ട് അല്ലേ കറണ്ട് എടുക്കേണ്ട കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കർണാടകയിൽ ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആണ്. അതിനകത്തുള്ള മോട്ടർ ഫുൾ ടൈം നമുക്ക് വെള്ളം ഇട്ടാലും മോട്ടർ ഇട്ടാലും നമുക്ക് കറണ്ടിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഭാഗം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇത്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് കവുങ്ങാണുള്ളത്. അതും കൂടി ഒന്ന് കാണിച്ചു തരാവേ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മളിപ്പോൾ കുളം കണ്ടു. പിന്നെ നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് കവുങ്ങ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതിപ്പം ഈ ഒരു ഭാഗത്ത് കുളം കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കവുങ്ങ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ അതിർവഴി കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ നല്ല നല്ല വണ്ണമുള്ള, അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നല്ല മരങ്ങളുണ്ട് കേട്ടോ. കാട്ടുമരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതാണ് കുറച്ച് കവുങ്ങ് കൂടിയൊക്കെ ഉള്ളത്. നല്ലൊരു തോട്ടം അല്ലേ? നല്ല അടിപൊളി സ്ഥലം. കർണാടകയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇഷ്ടംപോലെ പാർട്ടികൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വരുന്നുണ്ട് സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കവുങ്ങ് ഓരോ വരി ഇങ്ങനെ ലൈനായിട്ട് കിടക്കാണ് കേട്ടോ. നല്ല നിരന്ന സ്ഥലം. ഓരോ വരി നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണാൻ നോക്കിയാണ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളെ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? അത് സ്ഥലം വരുന്നത് നമ്മളെ കർണാടകയിലെ കുന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 15 കിലോമീറ്റർ മാറിയിട്ട് അമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം 15 ഏക്കർ പ്ലോട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 9.5 ഏക്കറിനാണ് പട്ടയുള്ളത്, ബാക്കി കുമിക്കിയാണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അതല്ല ഈ ഒരു പ്ലോട്ട് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ മക്കൾക്കോ അതല്ലെങ്കിൽ പേരക്കുട്ടികൾക്കൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ലൊരു കിടിലം പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ? അതെ. അപ്പം ആർക്കെങ്കിലൊക്കെ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്നൊന്ന് വരിക. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും ഈ ഒരു കർണാടക ഈ ഒരു ഏരിയയിൽ കൊടുക്കാനുണ്ടെങ്കിൽ അതിനും നമ്മളെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പേജ് നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.